നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് ഒരു മാസത്തിന് ശേഷം ഇന്ത്യ മറ്റൊരു മിസൈൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷിയിൽ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തിനായി ഒരുങ്ങുകയാണ് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് മിസൈൽ എക്സ്റ്റൻഡഡ് ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതായത് ET-LD-HCM പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ക്ലാസിഫൈഡ് സംരംഭമായ പ്രൊജക്ട് വിഷ്ണുവിന് കീഴിൽ പൂർണ്ണമായും ആഭ്യന്തര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ ഏഷ്യൻ സൈനിക സന്തുലിതാവസ്ഥയിൽ ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറിനും ഇന്ത്യ പാക് സംഘർഷത്തിനും പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ ഇന്ത്യൻ നിർമ്മിത മിസൈലായിരുന്നു ബ്രഹ്മോസ്. എന്നാൽ ഇന്ത്യയുടെ ആയുധ കലവറയിൽ ശത്രുക്കളെ കാത്തിരിക്കുന്നത് ബ്രഹ്മോസ് മാത്രമല്ലെന്ന് വ്യക്തമാക്കുകയാണ് DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. പാകിസ്ഥാൻ, ചൈന ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ ഈ മിസൈലിന് സാധിക്കും. മാക് 8 ആണ് മിസൈലിന്റെ പരമാവധി വേഗത. അതായത് മണിക്കൂറിൽ ഏകദേശം 11,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഏകദേശം 3 കിലോമീറ്റർ വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും. നിലവിലുള്ള റഡാറിനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലിനെ കണ്ടെത്താനോ തടയാനോ സാധിക്കില്ല. ഇവ തന്ത്രപരമായി ഉപയോഗിക്കാവുന്ന ആയുധമാണ്. നൂതനമായ ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഇന്ധനം കത്തിക്കാനായി അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു തന്നെ ഉപയോഗിക്കുന്നു. ഇത് ദീർഘനേരം വേഗത നിലനിർത്താൻ സഹായിക്കുന്നു. പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ പുരോഗതി തെളിയിക്കുന്ന ഈ പുതിയ എഞ്ചിന്റെ 1000 സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ശത്രുക്കളെ വരെ ഭയപ്പെടുത്തുന്ന പ്രത്യേകതകൾ അറിയാം. ഡീപ് പ്രിസിഷൻ സ്ട്രൈക്കുകൾ അതായത് മാക് 8 ഏകദേശം 11,000 കിലോമീറ്റർ മണിക്കൂർ വേഗത. പരമാവധി വേഗതയുള്ള ET-LD-HCM ചൈനയിലെയും പാകിസ്ഥാനിലെയും ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ ശത്രു പ്രദേശത്തേക്ക് വേഗത്തിലും വിനാശകരമായും ആക്രമണം നടത്താൻ കഴിയും. ഇതോടുകൂടി ഈ ശേഷിയോടെ ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തന വിജയം നേടിയ അമേരിക്ക, ചൈന, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയും ചേരുകയാണ്. പരമ്പരാഗത ദൗത്യങ്ങൾക്കും ആണവ ദൗത്യങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈലിലെ ഏകദേശം 1500 കിലോമീറ്റർ പരിധിയിൽ 1000 മുതൽ 2000 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ വഹിക്കാൻ കഴിയും. പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മിസൈലിന്റെ വേഗതയും പറക്കൽ മധ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവും നിലവിലുള്ള റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നത് മിക്കവാറും അസാധ്യമാക്കുന്നു. ഹൈപ്പർ സോണിക് പ്രൊപ്പൽഷൻ മുന്നേറ്റം. ET-LD-HCMന്റെ കാമ്പിൽ ഒരു നൂതന സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉണ്ട്. ഇത് ഇന്ധന ജ്വലനത്തിനായി അന്തരീക്ഷ ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഇത് ദീർഘകാലത്തേക്ക് സുസ്ഥിരമായ ഹൈപ്പർസോണിക് വേഗത അനുവദിക്കുന്നു. മിസൈൽ വികസനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് DRDO ഇതിനകം സ്ക്രാംജെറ്റ് എഞ്ചിന്റെ 1000 സെക്കൻഡ് വിജയകരമായ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ET-LD-HCM താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നു. കൂടാതെ മധ്യത്തിലെല്ലാം ദിശകൾ മാറ്റി സഞ്ചരിക്കാനുമാകും. കൂടാതെ 2000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില ഉൾപ്പെടെയുള്ള അങ്ങേയറ്റത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്ന താപ പ്രതിരോധ ശേഷിയുള്ളതും ഓക്സിഡേഷൻ പ്രതിരോധ ശേഷിയുള്ളതുമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ. ഈ മിസൈലിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ വഴക്കമാണ്. കരയിൽ നിന്നുള്ള ലോഞ്ചറുകളിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ നാവിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ ഇത് വിക്ഷേപിക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ ആക്രമണ ഓപ്ഷനുകൾ വളരെയധികം വികസിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കൃത്യതയും ഇടപെടലുകൾ ഒഴിവാക്കാനുള്ള കഴിവും ശത്രു കമാൻഡ് സെന്ററുകൾ, റഡാർ ഇൻസ്റ്റാളേഷനുകൾ, നാവിക ആസ്തികൾ, ഉറപ്പുള്ള ബങ്കറുകൾ എന്നിവ ലക്ഷ്യമിടാൻ ഇതിനെ അനുയോജ്യമാക്കുന്നു. ഉപ്പുവെള്ളത്തിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഇതിന് പ്രത്യേക പ്രതിരോധ ശേഷിയുള്ള കോട്ടിങ്ങുമുണ്ട്. അതിനാൽ കരയിൽ നിന്നോ വായുവിൽ നിന്നോ കടലിൽ നിന്നോ ഇത് വിക്ഷേപിക്കാൻ കഴിയും.
ഇന്ത്യൻ സൈന്യത്തിന് യുദ്ധത്തിൽ കൂടുതൽ സഹായകരമാകുന്ന സംവിധാനങ്ങളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. തന്ത്രപരവും സാമ്പത്തികവുമായ ആഘാതം. 2024 നവംബറിൽ നടത്തിയ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വിജയകരമായ ഹൈപ്പർസോണിക് പദ്ധതിയാണ് ഈ മിസൈലിന്റെ വികസനം. ഒരിക്കൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ETLD-HCM പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥ മാറ്റുകയും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൈനിക ഉപയോഗത്തിനപ്പുറം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലെ പുരോഗതിക്ക് ഉപഗ്രഹ വിക്ഷേപണങ്ങൾ, എയറോസ്പേസ് വികസനം, ദുരന്ത പ്രതികരണം എന്നിവയിൽ വിശാലമായ പ്രയോഗങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ പദ്ധതി സ്വകാര്യ മേഖലയിലെ സഹകരണത്തിനുള്ള വഴികൾ തുറന്നിട്ടുണ്ട്. നിരവധി ഇന്ത്യൻ MSEകളും പ്രതിരോധ സ്ഥാപനങ്ങളും ഈ ശ്രമത്തിൽ സംഭാവന നൽകുകയും പ്രാദേശിക നവീകരണവും തൊഴിലവസര സൃഷ്ടിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു തന്ത്രപരമായ എഡ്ജ്. ഈ മിസൈൽ വിജയകരമായി വിന്യസിക്കുന്നത് ഇന്ത്യക്ക് നിർണായകമായ നേട്ടം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിസൈലിന്റെ വേഗത, പരിധി, അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവ രാജ്യത്തിന്റെ തന്ത്രപരമായ ആയുധ ശേഖരത്തിൽ ഇതിനെ ഒരു മികച്ച ആസ്തിയാക്കി മാറ്റുന്നു. പരീക്ഷണം പൂർത്തിയായി മിസൈൽ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ വർദ്ധിച്ചുവരുന്ന അസ്ഥിരമായ ഭൂരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഭാവിയിലെ സംഘർഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ ETLD-HCM 3 സേവനങ്ങൾ വിന്യസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മിസൈലിന്റെ നിർമ്മാണത്തിലൂടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയ അമേരിക്ക, റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്കും ഇന്ത്യയുടെ പേര് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു എന്നത് ഇന്ത്യയുടെ ഈ നേട്ടത്തെ സവിശേഷമാക്കുന്ന കാര്യമാണ്. കൂടാതെ ഇന്ത്യക്ക് നേരെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഭീഷണികൾ കുറച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നതാണ് പ്രതീക്ഷ. അതുമാത്രമല്ല, ഇന്ത്യൻ സൈന്യം AI പ്രാപ്തമാക്കിയ ലൈറ്റ് മെഷീൻ ഗൺ വിജയകരമായി പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 14,000 അടി ഉയരത്തിലാണ് ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ പരീക്ഷണം നടന്നതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനമായ BSS മെറ്റീരിയൽ ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ ആയുധം ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് ആദ്യം വികസിപ്പിച്ചെടുത്ത AI പവർ ഉള്ള നെഗേവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പരീക്ഷണവേളയിൽ AI ലൈറ്റ് മെഷീൻ ഗൺ സങ്കീർണമായ പർവ്വത പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെ സ്വയം തിരിച്ചറിയാനും ആക്രമിക്കാനുള്ള കഴിവും പ്രദർശിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ ദുർഘടവും വെല്ലുവിളി നിറഞ്ഞതുമായ അതിർത്തി പ്രദേശങ്ങളിലെ ഫലപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഡിറ്റക്ഷൻ, ഫ്രണ്ട് ത്രൂ ക്ലാസിഫിക്കേഷൻ, റിയൽ ടൈം എൻഗേജ്മെന്റ് തുടങ്ങിയ നൂതന കഴിവുകൾ പ്രാപ്തമാക്കുന്ന സങ്കീർണമായ മൾട്ടി സെൻസർ AI മൊഡ്യൂളിൽ നിന്നാണ് ഈ ആയുധത്തിന്റെ കാതലായ ശക്തി ഉരുത്തിരിഞ്ഞത്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്: വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ അങ്ങേയറ്റം ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ മുൻപിലുള്ള ലക്ഷ്യം. അതിലേറെ അത് തദ്ദേശീയമായി നിർമ്മിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്ത്യ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പല ആയുധങ്ങൾക്കും, തദ്ദേശീയമായി നിർമ്മിക്കുന്ന പല ആയുധങ്ങൾക്കും മറ്റു രാജ്യങ്ങളിലുള്ള ഡിമാൻഡ് എത്രത്തോളമാണെന്ന് നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ തയ്യാറാക്കുന്ന പുതിയ മിസൈൽ വിദ്യകളൊക്കെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെയും ഇന്ത്യയെ കൂടുതൽ ആകർഷിക്കാനും അതുപോലെ തന്നെ ശത്രു രാജ്യങ്ങൾക്കുള്ളിൽ ഒരു ഭയം വിതറാനും ഇതിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.